examiner family. നമ്മുടെ എക്സാമിനറിൻ്റെ നീറ്റ് ബാച്ച് ഫസ്റ്റ് ആയിട്ട് എക്സാം എഴുതാൻ പോകുന്നത് 2024 കാരണം എക്സാമിനറുടെ +1 +2 പഠിച്ച് അടിപൊളിയായിട്ട് നീറ്റ് എഴുതാൻ പോകുന്ന ഫസ്റ്റ് ഇയർ 2024 പക്ഷേ എന്നാലും നമുക്ക് ഈ വർഷം നീറ്റ് 2023 ഒരു അടിപൊളി റിസൾട്ട് കിട്ടി ആൻഡ് അത് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മക്കളെ, ഈ വർഷത്തെ 2023 എക്സാമിനറിൻ്റെ സ്റ്റുഡൻസ് പരീക്ഷ എഴുതിയപ്പോൾ അവർ വെറും പ്ലസ് ടു എന്ന് പറഞ്ഞ ഒരു വർഷത്തിൻ്റെ കോച്ചിങ് കിട്ടി മാത്രമാണ് അവർ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി റെഡി ആയത്. അതായത് എക്സാമിനറിൻ്റെ കോച്ചിങ് അവർക്ക് +1 ലഭിച്ചില്ലായിരുന്നു. കാരണം എക്സാമിനറിൻ്റെ ഫസ്റ്റ് ബാച്ച് അലൻ സാർ പറഞ്ഞ പോലെ തന്നെ 2024 അപ്പിയർ ചെയ്യാൻ പോകുന്നത്. എങ്കിലും നമ്മൾ +2 മാത്രമായിട്ട് കുറേ കുട്ടികളുടെ ഡിമാൻഡ് പ്രകാരം +2 മാത്രമായിട്ട് നമ്മൾ അവർക്ക് +2 കോച്ചിങ് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തീരെ റിസൾട്ട് കാര്യമായിട്ട് പ്രതീക്ഷയില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, +1 +2 ഈക്വൽ വെയിറ്റേജ് സിലബസ് ഉള്ള ഒരു പരീക്ഷയിൽ നല്ലൊരു റാങ്കോ നല്ലൊരു മാർക്കോ +2 മാത്രം പഠിച്ചുകൊണ്ട് വാങ്ങാമെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. എങ്കിലും എക്സാമിനറിനെയും നമ്മുടെ ഹോൾ കമ്മ്യൂണിറ്റിനെയും അസ്റ്റോണിഷ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് എക്സാമിനറിൻ്റെ കുട്ടികൾ ഈ വർഷം 2023 റിസൾട്ട് നേടിയെടുത്തത്. അതായത് +2 മാത്രം പഠിച്ച് 500ൻ്റെ മുകളിൽ സ്കോർ കിട്ടിയ പല കുട്ടികളിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയ റിസൾട്ട് വാങ്ങിച്ചത് നമ്മുടെ സ്വന്തം നിഹാലാണ്. ഇയാൾ 600ൻ്റെ മുകളിൽ, അതായത് 616 ഔട്ട് ഓഫ് 720 നേടിയെടുത്തത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ടോപ്പേഴ്സിൻ്റെ റിസൾട്ടിൽ നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കേരള ടോപ്പേഴ്സിൻ്റെ അടുത്തൊന്നും ഈ റിസൾട്ടിനെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നേടിയെടുത്തത്, ഇദ്ദേഹവും ഇതേപോലെ തന്നെ എക്സാമിനറുടെ മറ്റ് പല സ്റ്റുഡൻസും ഇതൊക്കെ നേടിയെടുത്തത് വെറും +2ൻ്റെ കോച്ചിങ് കൊണ്ട് മാത്രമാണ്. അതായത് +1 +2ൻ്റെയും ഈക്വൽ കോച്ചിങ് ലഭിക്കേണ്ട ഒരു പരീക്ഷയിൽ +2 എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിൻ്റെ ഒരു പകുതി സിലബസിൻ്റെ കോച്ചിങ് ലഭിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചത്. സോ അത് ഞങ്ങൾ തീർച്ചയായിട്ടും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ വളരെ പ്രൗഡായിട്ട് തന്നെയാണ് ഇത് നിങ്ങളിലേക്ക് അനൗൺസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിനറിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾ ഇത് പ്രൗഡായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു വാർത്ത ഉൾക്കൊള്ളണം. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെറും ഒരു വർഷത്തെ, അതായത് ഈ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ കോച്ചിങ് ഒന്നുമല്ല കൊടുത്തത്. സാധാരണ നിങ്ങളെപ്പോലെ എല്ലാവരും +1 +2 പോലെ സ്കൂളിൽ പോയി വൈകുന്നേരം മാത്രം പഠിക്കാനുള്ളൊരു അവസരം കിട്ടിയ സ്റ്റുഡൻസാണ് ഇവരൊക്കെ തന്നെ. അത് മാത്രമല്ല, +1 അവർക്ക് ഒരു രീതിയിലുള്ള കോച്ചിങ്ങും കിട്ടാത്ത സ്റ്റുഡൻസാണ്. എക്സാമിനറിൽ മാത്രമല്ല വേറെ എവിടെയും കോച്ചിങ് കിട്ടാത്ത കുട്ടികളാണ്, നിഹാലിനെ പോലുള്ള കുട്ടികളാണ് ഈ റിസൾട്ട് നേടിയെടുത്തത്. സോ അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. വെറും ഒരു വർഷത്തെ പകുതി സിലബസിൻ്റെ അല്ലെ പകുതി കോച്ചിങ് ലഭിച്ച് ഇവർ 600 ക്രോസ് ചെയ്യുക അല്ലെ 550 ക്രോസ് ചെയ്യാൻ അവർക്ക് സാധിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എക്സാമിനറിൻ്റെ കൂടെ +1 +2 സീരിയസ് ആയിട്ട് നീറ്റിന് പഠിക്കാൻ റെഡി ആയവർ തീർച്ചയായിട്ടും നിങ്ങളും ഇനി കേരള ടോപ്പേഴ്സിൻ്റെ കൂടെ കേരളത്തിലെ ടോപ്പേഴ്സായി തന്നെ ഇനി അറിയപ്പെടാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മക്കളെ, ഞാൻ പറഞ്ഞതുപോലെ ആ കേരള ടോപ്പേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളെ, ഏറ്റവും ബെസ്റ്റ് നീറ്റ് റാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ +1 ബാച്ചുകൾ, നമ്മുടെ നീറ്റ് ബാച്ചുകൾ നിങ്ങളെ അത് സഹായിക്കും. അതിൻ്റെ പ്രൂഫാണ് മക്കളെ ഇത്. അപ്പം വേഗം തന്നെ നിങ്ങൾ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞവരാണ്, വേഗം തന്നെ നമ്മൾ +1 പൃഥ്വി നീറ്റ് ബാച്ച് ആയിക്കോട്ടെ, കീം ബാച്ച് ആയിക്കോട്ടെ, അഡ്മിഷൻസ് വേഗം തന്നെ ഉറപ്പാക്കുക. അതേപോലെ നിങ്ങൾ +1 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ +2 വേദ ബാച്ച് ഓൾറെഡി നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. +1 പൃഥ്വി ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു ഉറപ്പാക്കുക. എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇയർ 2024 നീറ്റും 2025 നീറ്റും നമുക്ക് എക്സാമിനറിൻ്റെ റെവല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യണം, നീറ്റിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ കാണിച്ചു കൊടുക്കും.